Meet Anvin Jose. അൻവിൻ ജോസ് 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ഇദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വൈറലായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഈ രീതിയിലായിരുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ നേരെ തിരിഞ്ഞു. അന്ന് പുകഴ്ത്തിയവർ വരെ ഇന്ന് വന്ന് തെറി വിളിക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്, പല രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ട്, പിന്നെ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പോസിംഗ് അല്ല എന്തായാലും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇതുപോലുള്ളൊരു ടോപ്പിക്കിന് നിങ്ങൾ ഇതിന് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊക്കെ റെസ്പോണ്ട് കയറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക ആദ്യം. ഇതുകൊണ്ട് ആർക്കാ ശരിക്കും ബെനിഫിറ്റ്സ്? നിങ്ങൾക്കാണോ അതോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കാണോ? ഇതിൽ എക്സ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അൻവിന്റെ കോണ്ടന്റ് സ്ട്രാറ്റജിയെ കുറിച്ചാണ്. എന്താണ് അതിന്റെ ഹൈലൈറ്റ്? ഒന്ന്, ഇയാളുടെ റീൽസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, ഓരോ സെക്കൻഡിൽ ഓരോ ഫ്രെയിം അല്ലെങ്കിൽ 2 ഫ്രെയിം ഒക്കെ വെച്ചാണ് മാറുന്നത്. അത്രയും ക്ലിപ്പുകൾ, ഷോർട്സ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പടപടപടയെന്ന് മാറുന്ന പോലെയാണ് ആളുടെ എഡിറ്റിംഗ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ബീസ്റ്റ് പോലെ ടോപ്പ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് പോലും ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മിനിമം 3 സെക്കൻഡിലെങ്കിലും ഒരു ഫ്രെയിം മാറണം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യൂവേഴ്സിന് ഒരു എൻഗേജിങ് കിട്ടും, വീഡിയോ സ്കിപ്പ് ആവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഇതിന്റെ വൺ ഓഫ് ദി സീക്രട്ട്. 2, ഇദ്ദേഹത്തിന്റെ ഒരു നേച്ചർ, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു തരം ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നു. അതുപോലെ തന്നെ ആളുടെ ബോഡിയിലുള്ള കുറച്ച് യുണീക്നെസ്, അതെല്ലാം ഒരു യുണീക് പോയിന്റ് ആയതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ മില്യൺസ് കണക്കിന് വ്യൂസ് കിട്ടാൻ ഇതൊക്കെ കാരണമാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഞാനിത് നിങ്ങളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ എങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആക്കി മാറ്റാമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.